രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചോറ്റാനിക്കര അമ്മയെ പറ്റിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം. കൊടുങ്ങല്ലൂരും ഗുരുവായൂരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. കീഴ്ക്കാവിലമ്മയായും മേൽക്കാവിലമ്മയായും ശരിക്കും വിഷ്ണു നാരായണനും ലക്ഷ്മി ദേവിയും ഭദ്രകാളിയുടെയും സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. മേൽക്കാവിലെ ലക്ഷ്മി നാരായണൻ ആയിട്ടാണ് അവിടെ കുടികൊള്ളുന്നത്. അതായത് നമ്മളെപ്പോഴും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, ശരിക്കും അവിടെയാണ് അതിൻ്റെ ശരിയായ സ്ഥാനം. കാരണം ആ ശ്രീകോവിൽ ലക്ഷ്മിയും നാരായണനുമാണ് ഇരിക്കുന്നത്. താഴെ കീഴ്ക്കാവിൽ ഭദ്രകാളിയായും, അതായത് രാവിലെ മഹാസരസ്വതിയായി വെള്ള വസ്ത്രത്തിലൊക്കെ അണിഞ്ഞ് സുന്ദരിയായ മഹാസരസ്വതിയായും, ഉച്ചയ്ക്ക് ചുവന്ന പട്ടൊക്കെ എടുത്ത് ഭദ്രകാളിയായും, വൈകുന്നേരം ദുർഗാ പരമേശ്വരിയായിട്ടാണ് അവിടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ശങ്കരാചാര്യർ ഇവിടെ സരസ്വതി കാരണം വിദ്യാസമ്പന്നരുടെ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സരസ്വതി ആരാധനയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അപ്പം ഒരിക്കലും ശങ്കരാചാര്യർ ദേവിയെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ദേവി പറയും, നീ മുമ്പേ നടന്നോളൂ, ഞാൻ പിന്നാലെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ശങ്കരാചാര്യർ ഇങ്ങനെ ചിലങ്കയുടെ പാദസരത്തിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അമ്മ പിന്നിലുണ്ട് എന്നുള്ള ധാരണയിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ പെട്ടെന്ന് ആ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെയായി. അപ്പം ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ നിന്നാണോ തിരിഞ്ഞു നോക്കുന്നത് അവിടെ ഞാൻ എൻ്റെ സ്ഥാനം കണ്ട് അവിടെ എന്നെ പ്രതിഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ശങ്കരാചാര്യർ പെട്ടെന്ന്, നമ്മളാണെങ്കിലും പിന്നെ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി പോകുമല്ലോ, ഒച്ച ശബ്ദമൊന്നും കേൾക്കാണ്ടാകുമ്പോൾ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേവി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പം പറയും, എൻ്റെ സ്ഥാനം എവിടെയാണ്, ഇവിടെ എന്നെ പ്രതിഷ്ഠിക്കണം. അപ്പോൾ അത് മൂകാംബികയാണ്. അപ്പോൾ ശങ്കരാചാര്യർ കേരളത്തിലേക്കാണ് ദേവിയെ കൊണ്ടുവന്നത്. പക്ഷേ അങ്ങനെ ദേവിയുടെ ആഗ്രഹപ്രകാരം അവിടെ മൂകാംബികയിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. അപ്പം ശങ്കരാചാര്യരുടെ കേരളത്തിലെ താന്ത്രിക വിധിപ്രകാരമാണ് മൂകാംബികയിൽ ഇന്നും പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പക്ഷേ ശങ്കരാചാര്യർ പറയും, ഞാനിങ്ങനെ കേരളത്തിലേക്കാണ് അമ്മയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്, എനിക്ക് അമ്മ എൻ്റെ കൂടെ കേരളത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പം ചോറ്റാനിക്കരിൽ പ്രഭാതത്തിൽ 4 മണിക്ക് അമ്മയുടെ സരസ്വതി സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 5 മണിക്ക് ശേഷമാണ് മൂകാംബികയിൽ നട തുറക്കുക. ഇവിടെ 4 മണിക്ക് നട തുറന്ന് ആ സമയം സരസ്വതിയായിട്ടാണ്, മൂകാംബികയിലെ സരസ്വതിയായിട്ടാണ് അമ്മ അനുഗ്രഹം നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കാലാന്തരങ്ങൾക്ക് ശേഷം ആ ക്ഷേത്രമൊക്കെ ഇങ്ങനെ കാട് മൂടിക്കിടന്നു. അപ്പം ഒരു കണ്ണപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി ഉണ്ടായിരുന്നു. അയാളുടെ തൊഴിലെന്ന് വെച്ചാൽ നായാടി പശുക്കളെയും ഒക്കെ, പശുക്കളെയാണ് ഇയാൾ നായാടി കൊണ്ടുവന്ന് ഭക്ഷിക്കുക. എന്നിട്ട് ഒരു പശുവിനെ എപ്പോഴും ബലിതർപ്പണം ചെയ്യും. അപ്പോൾ അങ്ങനെ എപ്പോഴും അയാൾക്ക് ഒരുപാട് കൂട്ടാളികളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു പശുവിനെ ഇങ്ങനെ അറുത്ത് കൊന്ന് എല്ലാവരും അവരുടെ അതിൻ്റെ മാംസമൊക്കെ ഭക്ഷിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം അയാൾക്കൊരു മകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് അമ്മയുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം എവിടുന്നോ ഒരു പശു അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ പശുവിനോട് എന്തോ ഒരു വാത്സല്യം. കണ്ണപ്പൻ്റെ മകൾക്ക് ആ കുട്ടി പശുവിന് വെള്ളവും പുല്ലൊക്കെ പറിച്ചു കൊടുക്കാനും ശരിക്കും ഒരു അരുമയായി വളർത്താൻ തുടങ്ങി. അപ്പം കണ്ണപ്പനും ഇഷ്ടാവുകയൊക്കെ ചെയ്തു. കാരണം തൻ്റെ മകൾ ഒരു പശുവിനെ വളർത്തുന്നു, അത് വലുതായി കഴിഞ്ഞാൽ എനിക്കത് ബലി കൊടുക്കാം, അതിൻ്റെ മാംസം ഭക്ഷിക്കാം, ഇതൊക്കെയായിരുന്നു കണ്ണപ്പൻ്റെയും ധാരണ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് നായാടി ഒന്നും പശുവിനെയോ അല്ലെങ്കിൽ ഒന്നും കിട്ടാതായപ്പോൾ കണ്ണപ്പൻ മകളോട് പറഞ്ഞു, ഇതിനെ നമുക്ക് ബലിതർപ്പണം നടത്താം. അപ്പോൾ മോള് ഭയങ്കരമായിട്ട് വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി, ഇതിനെ ഇതാക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പം കണ്ണപ്പനും സങ്കടമായി. കണ്ണപ്പനും മെല്ലെ കാരണം താൻ മകളെ പോലെ വളർത്തി അരുമയാക്കി കൊണ്ടുവന്ന പശുവാണ്. അപ്പം മകൾ പറഞ്ഞു,
അച്ഛൻ അങ്ങനെ ബലിതർപ്പണം നടത്തണമെങ്കിൽ എന്നെ വധിച്ചോളൂ, എന്നെ ബലി കൊടുത്തോളൂ, എന്നിട്ട് എൻ്റെ മാംസം നിങ്ങളെല്ലാവരും ഭക്ഷിച്ചോളൂ. ഇത് കണ്ണപ്പൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. കാരണം താൻ മകളെപ്പോലെ തന്നെ കണ്ടു വളർത്തിയ ആ പശുവിനെയാണല്ലോ ഞാൻ കൊന്നു തിന്നുന്നത് എന്നുള്ള ഒരു വലിയൊരു സങ്കടം മനസ്സിലുണ്ടാവുകയും കണ്ണപ്പനും കായ്കനികളൊക്കെ എടുത്ത് പറിച്ച് കൊണ്ടുവന്ന് ഭക്ഷിക്കാനും ആ പശുവിനെ വളർത്തി ഉപജീവനം നടത്താനും ഒക്കെ തുടങ്ങി. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്താ വന്നതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് കണ്ണപ്പൻ്റെ മകൾ ഒരു ദിവസം മരണമടയുകയുണ്ടായി. അത് കണ്ണപ്പനെ ഒരു വല്ലാതെ വിഷമിപ്പിച്ചു. അതിനുശേഷം ഈ പശുവിനെ മാത്രം, പശുവിനെ വളർത്തുക, പശുവിനെ നോക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ കാലം കഴിഞ്ഞു. ഒരു ദിവസം രാത്രി കണ്ണപ്പന് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ തൻ്റെ പശുത്തൊഴുത്തിലുണ്ടായിരുന്ന ആ പശു ഒരു കല്ലായി മാറുകയും അതിനടുത്ത് വേറൊരു കല്ല്, ഒരു കരിങ്കല്ലും കൂടെ ഉണ്ടാവുകയും ചെയ്തത് കണ്ട്. അപ്പം ഒരു ദിവ്യ സന്യാസി വന്നിട്ട് കണ്ണപ്പനോട് പറയും ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ കണ്ണപ്പൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടി തൊഴുത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ തൊഴുത്തിൽ കണ്ണപ്പൻ എങ്ങനെയാണോ സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ ഒരു പശു ഒരു കല്ലായി മാറുകയും അതിനടുത്ത് വേറൊരു ശില കാണുകയും ചെയ്തു. അപ്പം ഒരു ദിവ്യ സന്യാസി ഇവിടുന്നോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ സന്യാസി പറഞ്ഞു, ഇനി അരുമയായി വളർത്തിക്കൊണ്ടുവന്ന ഈ പശു മഹാലക്ഷ്മിയായിരുന്നു. അടുത്ത് നിൽക്കുന്ന ശില നാരായണൻ്റെതാണ്. നീ ശരിക്കും ഒരു ദിവ്യ പുരുഷനാണ്. അതുകൊണ്ടാണ് നിനക്ക് ഈ ജന്മം ഇത്രയും വലിയ ഒരു മഹാലക്ഷ്മിയെ തന്നെ പരിപാലിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നത്. അതുകൊണ്ട് നീ ഇനി വിധിയാവണ്ണം പൂജകൾ ചെയ്ത് ഇനിയുള്ള കാലം കഴിയുക എന്ന് പറയും. അത് ഈ ദിവ്യ മഹർഷി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദവ്യാസൻ്റെ അച്ഛനായ പരാശര മഹർഷിയാണ്. അങ്ങനെ അവിടുന്ന് അപ്രത്യക്ഷമായി. പിന്നെ ശിഷ്ടകാലമൊക്കെ ഈ കണ്ണപ്പനും അവരുടെ അനുയായികളൊക്കെ തന്നെ ഇങ്ങനെ തങ്ങൾക്കറിയുന്ന രീതിയിൽ ലക്ഷ്മിയെയും നാരായണനെയും പൂജിച്ചു വന്നു. പിന്നെ അവരുടെ കാലമൊക്കെ കഴിഞ്ഞു. വീണ്ടും അവിടെ ഇങ്ങനെ കാടൊക്കെ മൂടി കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ പുല്ല് ചെത്താൻ വന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ അരിവാളിന് ഈ ശിലയിൽ ഇങ്ങനെ മൂർച്ച കൂട്ടുന്ന സമയത്ത് അതിൽ നിന്ന് രക്തം വരികയും അവിടെയുള്ള നാടുവാഴിയെ ചെന്നറിയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ ലക്ഷ്മിയും നാരായണൻ്റെ ഇന്ന് ചോറ്റാനിക്കര എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ ലക്ഷ്മിയും നാരായണൻ്റെയും സാന്നിധ്യം കാണുകയും അവിടെ ഒരു വലിയൊരു ക്ഷേത്രം പണിയുകയും കുറേ ഇല്ലക്കാർ വന്ന് അവിടെയൊക്കെ പൂജാവിധികളും ഒക്കെ ചിട്ടപ്പെടുത്തി അങ്ങനെ വലിയ ഇന്ന് കാണുന്ന ചോറ്റാനിക്കര ക്ഷേത്രമാക്കി മാറ്റി. അപ്പോൾ കണ്ണപ്പൻ ബലി കൊടുത്തിരുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടെയാണ് ഇന്ന് കീഴ്ക്കാവിൽ അമ്മ ഭദ്രകാളിയായിട്ട് അവിടെ കീഴ്ക്കാവിൽ അമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ കീഴ്ക്കാവിലും കണ്ണപ്പൻ എവിടെയാണോ ബലിതർപ്പണം നടത്തിയത് അവിടെ മനോരോഗമുള്ളവർ, പിന്നെ ദുസ്വഭാവമുള്ളവരത് ബാക്കിയുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കീഴ്ക്കാവിൽ വന്നിട്ട് നമുക്ക് ഇതൊക്കെ അവിടെ ഭജന ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ മാറുന്നാണ് വിശ്വാസമല്ല, അതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര അമ്മയെ വളരെ മനസ്സറിഞ്ഞ് വിളിക്കുക. അപ്പോൾ നമുക്ക് ഒരു നാൾ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മ ഒരു ദിവസം അനുഗ്രഹം ചൊരിയാൻ വരിക തന്നെ. ചോറ്റാനിക്കര അമ്മയെ കണ്ണപ്പൻ പൂജിച്ചിരുന്ന മേൽക്കാവിലെ ആ ഒരു തെക്ക് ഭാഗത്തായിരുന്നു പവിഴമല്ലിത്തറ കാണുന്ന സ്ഥലത്താണ് കണ്ണപ്പൻ മൂലസ്ഥാനം എന്ന് പറയുന്നത്. കണ്ണപ്പൻ ശിലായാൽ ദേവിയെയും ലക്ഷ്മിയെയും നാരായണനെയും പൂജിച്ച സ്ഥലം മൂലസ്ഥാനമായി ഇന്ന് പവിഴമല്ലിത്തറ എന്ന് പറഞ്ഞ് ഇന്നത്തെ ചോറ്റാനിക്കര മേൽക്കാവ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തെക്ക് ഭാഗത്തായി നമുക്ക് കാണാൻ പറ്റും. അവിടെ ആദ്യമായിട്ട് അവിടെ ചിരട്ടയിലാണ് നേദിച്ചത്. ആ പുല്ല് ചെത്തിയ ആ ഒരു സ്ത്രീ അതുകൊണ്ട് ഇന്നും ചിരട്ടയിൽ അവിടെ ദേവിക്ക് നേദ്യമുണ്ട്. അതേപോലെ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുപ്തൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു നമ്പൂതിരിയുണ്ട്. കഥകളി ഭ്രാന്തനും കുറച്ച് സ്ത്രീലമ്പടനുമായ ഒരാളായിരുന്നു. അപ്പം ഒരു ദിവസം തൻ്റെ ഒരു ഗുരുനാഥന് കോശാപ്പള്ളി നമ്പൂതിരിക്ക് ദേവി മഹാത്മ്യം കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ രാത്രി പോകുന്ന വഴി കഥകളി കാണാൻ പോകുന്ന വഴിക്ക് തൻ്റെ ഗുരുനാഥന് ദേവി മഹാത്മ്യവും കൊടുക്കണം. അങ്ങനെ അയാളിങ്ങനെ ഗുപ്തൻ നമ്പൂതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഒന്നൊരു പൗർണമി ദിനമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു പാലയുടെ അടുത്തെത്തിയപ്പം ഗുപ്തൻ നമ്പൂതിരി വെറ്റില, പണ്ട് കാലത്തൊക്കെ എല്ലാവരും വെറ്റിലയൊക്കെ മുറുക്കുമല്ലോ, അങ്ങനെ വെറ്റില മുറുക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ വെറ്റില മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പാലപ്പൂവിൻ്റെ മണം. കൂടാതെ അതിനെ ഗുപ്തൻ നമ്പൂതിരി അടുത്തേക്ക് അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരികയും ചെയ്തു. അപ്പം ആ സ്ത്രീ ഗുപ്തൻ നമ്പൂതിരി ആണെങ്കിൽ നല്ല സ്ത്രീലമ്പടനാണ്. അപ്പം കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞാനിങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോവുകയാണ്, എനിക്ക് ദേവി മഹാത്മ്യം കൊടുക്കാനുണ്ട്, എനിക്ക് കഥകളി കാണണം, ഇതൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ നടന്ന് കോശാപ്പള്ളി നമ്പൂതിരിയുടെ ഇല്ലത്തെത്തുകയും തൻ്റെ ദേവി മഹാത്മ്യം കൊടുക്കുകയും ചെയ്തു. അപ്പം ദേവി മഹാത്മ്യം കൊടുത്തപ്പം ശരിക്കും ഈ കോശാപ്പള്ളി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മഹാമാന്ത്രികനാണ്. അപ്പം അയാൾക്ക് മനസ്സിലായി ഇവരുടെ കൂടെയുള്ളത് പിന്നെ യക്ഷിയാണെന്ന്. അപ്പം ഗുപ്തൻ നമ്പൂതിരിയോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് അതൊരു യക്ഷിയാണ്, ഇത്ര നേരവും ദേവി മഹാത്മ്യം കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ആ ദേവി യക്ഷി തൊടാതിരുന്നത്, നിങ്ങളൊന്ന് നോക്കി ഇപ്പം നോക്കൂ അത് ആരാണെന്ന്. അപ്പം നോക്കുമ്പോൾ നല്ല ദംഷ്ട്രയൊക്കെ ആക്കിയ ഒരു യക്ഷി ഇല്ലത്തിന് പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നു, ഈ ദേവി മഹാത്മ്യം കൊടുത്തു വരുന്ന ഗുപ്തൻ നമ്പൂതിരിയെ ചോര കുടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുപ്തൻ നമ്പൂതിരി പറയും, എന്നെ ഒന്ന് രക്ഷിക്കണം, എന്താണ്, അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പം മഹാമാന്ത്രികനല്ലേ കോശാപ്പള്ളി നമ്പൂതിരി. അപ്പം തൻ്റെ കയ്യിലുണ്ടായിരുന്ന 12 കല്ലുകൾ കൊടുത്തിട്ട് പറഞ്ഞു, യക്ഷി വേഗം ഓടിക്കോ, ചോറ്റാനിക്കരയിലേക്ക് ഓടിക്കോ, അമ്മ രക്ഷിക്കും. യക്ഷി നിങ്ങളെ പിടിക്കാൻ വരുന്ന സമയമാകുമ്പോൾ ഓരോ കല്ലുകളായി എടുത്തെറിയണം. അങ്ങനെ ഗുപ്തൻ നമ്പൂതിരി ഇത് കേട്ട ഉടനെ തന്നെ ഓടാൻ തുടങ്ങി, ചോറ്റാനിക്കരയിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ ഈ ഓടുന്ന വഴി ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ കല്ലുകൾ ഇങ്ങനെ എടുത്തെറിയാൻ തുടങ്ങി. അങ്ങനെ 12 കല്ലുകളും കയ്യിൽ നിന്ന് തീർന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേറെ ഒരു ഗുരുനാഥനായ മാന്ത്രികനായ ഒരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ വിഴുപ്പ് തോർത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചോറ്റാനിക്കയിൽ പെട്ടെന്ന് എത്തിക്കോളൂ, ഈ വിഴുപ്പ് തോർത്ത് യക്ഷിയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞിട്ട്. അങ്ങനെ ഓടി ചോറ്റാനിക്കരയിൽ എത്തുന്ന സമയത്ത് ഈ വെഴുപ്പ് തോർത്ത് എറിയുകയും ചോറ്റാനിക്കരയിലേക്ക് ചാടി കയറുകയും ചെയ്യുമ്പോൾ യക്ഷി ഈ ഗുപ്തൻ നമ്പൂതിരിയെ പിന്നിൽ നിന്ന് പിടിച്ചു. അപ്പോൾ പിടിച്ച ഉടനെ തന്നെ ദേവി ശ്രീലകത്തുനിന്ന് പള്ളിവാള് കൊണ്ട് ഈ യക്ഷിയുടെ തല അറുത്തെറിഞ്ഞു. ആ തല ചെന്ന് വീണ ഒരു സ്ഥലമാണ് ഇന്ന് ചോറ്റാനിക്കരയിൽ രക്തക്കുളം എന്ന് പറയുന്ന ഒരു ഭാഗം. രക്തക്കുളം എന്ന് പറയുന്നത് ഈ യക്ഷിയുടെ തല ചെന്ന് വീണ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ പിന്നെ ശരിക്കും പിന്നെ നരസിംഹ നമ്പൂതിരിയാണ് അവർ അന്ന് പൂജ ചെയ്തുകൊണ്ടിരുന്നത്. ആ നരസിംഹ നമ്പൂതിരി വന്ന് നോക്കുമ്പോൾ ദേവിയുടെ വസ്ത്രത്തിലൊക്കെ, ദേവിയെ ഒരുക്കിയ ആ ഒരു പട്ടുവസ്ത്രത്തിലൊക്കെ ചോരക്കറ പുരണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ മാറ്റി. എന്നിട്ട് ഇന്നും രാവിലെയുള്ള അഭിഷേകവും നൈവേദ്യമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എല്ലാ ഉടയാടകളും മാറ്റി വീണ്ടും ഒരു അഭിഷേകം കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് ആ ഒരു ഗുപ്തൻ നമ്പൂതിരിയെ രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഈ യക്ഷിക്ക് ഒരു സ്ഥാനവും കൊടുത്ത് അവിടെ അങ്ങനെ സ്ഥാനവും കൊടുക്കുകയും ചെയ്തു. ദേവിയുടെ അനുചരന്മാരുടെ സ്ഥാനം ആ യക്ഷിക്ക് ദേവി കൊടുക്കുകയും ചെയ്തു. അപ്പം ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് മനോവൈകല്യങ്ങളും മനോരോഗങ്ങളും ദുസ്വഭാവങ്ങളും വേറെ ബാധ ഉപദ്രവങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കീഴ്ക്കാവിൽ വന്ന് ഭജന ഇരിക്കുകയൊക്കെ ചെയ്യാം. അതുമാത്രമല്ല ലക്ഷ്മി സമേതനായ നാരായണൻ്റെ സാന്നിധ്യമുള്ള കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ക്ഷേത്രം. എന്നാലാവും വിധം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധ.